എന്താണ് നിങ്ങൾ എങ്ങനെയാ കുറുന്തോട്ടിയിലേക്ക് എത്തിയത്? NRGന്റെ ഷിജു സാറ് കുറുന്തോട്ടി കൃഷി ചെയ്യാ, അപ്പം നമ്മളും ചെയ്തു ഒക്കെ വിജയിക്കോ ഇല്ലല്ലോ നോക്കലൊന്ന് പരീക്ഷിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങള് അത് ഏറ്റെടുത്തും കണ്ടൊന്ന് ചെയ്തു നോക്കിയതാണ്. അപ്പൊ ഇവിടെ അടുത്ത് പരുത്തിപ്പാറ മലയിൽ ഒളിക്കൽ മോയി എന്ന് പറഞ്ഞ ആളുടെ 5 ഏക്കർ ഭൂമി ഇവിടെ 5 ഏക്കർ മൊത്തമായിട്ട് 5 ഏക്കർ ഭൂമി ഉണ്ട്. ഇത് അത് 1 ഏക്കർ സ്ഥലത്ത് ഞങ്ങള് കുറുന്തോട്ടി വഴിയോരത്തു നിന്നൊക്കെ പറിച്ചുങ്ങാണ്ട് കൃഷിയോഗ്യമാക്കി ഞങ്ങൾ കുഴിച്ചിട്ടത്. ഞങ്ങളൊക്കെ കേട്ടില്ല കുറുന്തോട്ടിക്ക് വാദം വരിക കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വാദം ഒന്നും വന്നില്ല? നല്ലോണം ഞങ്ങൾക്ക് വാദം വിറ്റ് പോകുന്നുള്ളത് ഉറപ്പായി. ഞങ്ങൾക്ക് കോട്ടക്കൽ ആരോഗ്യശാലയില് ഞങ്ങള് ഇത് ഇവിടെ ചെയ്തെന്ന് കേട്ടിട്ട് അവര് വന്നിരുന്നു. അപ്പൊ അവര് വന്ന് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഇങ്ങനെ ഇത് ചെയ്യണമെന്നുള്ളത്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ഇതിലും കൂടുതൽ വിപുലമായിട്ട് ചെയ്യാനുള്ള ഒരു അറിവും കിട്ടി അവര് വന്നതുകൊണ്ട്. ഓ 2, 3 ഓര് പറഞ്ഞത് ഞങ്ങളെ മാവൂർ പഞ്ചായത്തിലാകെ മൊത്തം 18 വാർഡുണ്ട്. നിങ്ങൾ 18 വാർഡുള്ളവര് ചെയ്താലും ഞങ്ങൾ ഏറ്റെടുക്കാൻ ഒരു തയ്യാറാണെന്നും പറഞ്ഞു. അത്രോ ഒരു മാർക്കറ്റുള്ള സാധനമാണ് ഈ കുറുന്തോട്ടി എന്ന് പറഞ്ഞത്. നമ്മളിപ്പോ കണ്ടത്തിലൊക്കെ കിടക്കുമ്പോ നമുക്കൊരു വില ഇല്ലാത്ത മാതിരിയാണ് കുറുന്തോട്ടി കാണുമ്പോൾ, ഒരു വില ഇല്ലാത്ത മാതിരി. പക്ഷെ ഇതിനൊരു വില ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സാറ് പറഞ്ഞനുസരിച്ച് ഞങ്ങൾ ചെയ്തതുകൊണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങള് മാവൂർ പഞ്ചായത്ത് അവര് തന്നില്ല. ഞങ്ങള് സൈഡ് വഴിയോരത്തുനിന്ന് ഞങ്ങള് തൊഴിലുറപ്പിന് വരുന്ന തൊഴിലാളികളെ വീട്ടിന്റെ പരിസരത്തുനിന്നും റോഡ് സൈഡിൽ നിന്നും ഒക്കെ പറിച്ചും കണ്ട് അങ്ങനെ കളക്ട് ചെയ്ത ആ തൊഴിലാളികളും കൂടി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അവരും പറിച്ചു കണ്ടാല് ആ തൈ കണ്ടാൽ ഞങ്ങൾ പറിച്ച് കളക്ട് ചെയ്ത. പക്ഷെ വലിയ തൈ ഞങ്ങൾ എടുത്തില്ല, കുഞ്ഞു തൈകൾ എടുത്തുങ്ങാണ്ട് അതാണ് കൊണ്ടുവന്ന്. അതപ്പോ 6 മാസമാകുമ്പത്തേ അതിന്റെ പ്രായം എത്തല്ലോ, അങ്ങനെ കളക്ട് ചെയ്ത് കണ്ടാണ് ഞങ്ങൾ ചെയ്തത്. 6 മാസം വേണം. ഇനിയിപ്പോ അടുത്ത മാസം ഡിസംബർ ഒരു പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് വിളവെടുപ്പിന്റെ സമയമായി. ഇതില് 2 തരം കുറുന്തോട്ടി ഉണ്ട്, പച്ചയുണ്ട്, കറുപ്പും ഉണ്ട്. പക്ഷെ ഞങ്ങള് 90% പച്ചാണ് നോക്കിങ്ങാണ്ട് ചെയ്തത്. കറുപ്പിന് വില ഇല്ലാന്നതിന് ആദ്യം കിട്ടിയ അറിവ് അതായിരുന്നു. പക്ഷെ ഒരു കോട്ടക്കല ഡോക്ടർമാര് വന്നപ്പോഴാണ് 2 കുറുന്തോട്ടിക്കും അതിൻ്റെതായ ഗുണനിലവാരം ഉണ്ടെന്നുള്ള മനസ്സിലായത്. നിങ്ങളിപ്പോ ഇങ്ങനെ തടമെടുത്തിട്ടാണ് ഇപ്പൊ കപ്പയ്ക്ക് തടം എടുക്കണ പോലെ തന്നെയാണ് ഇതിന് തിണ്ടുണ്ടാക്കിയില്ലേ? തിണ്ടുണ്ടാക്കിയ. പക്ഷെ ഞങ്ങള് ഇത് കുഴിച്ചിട്ടപ്പോഴല്ലോ കുഴിച്ചിടേണ്ടീനത്. ഈ കള്ളിന്റെ 2 ഭാഗത്തായിട്ട് ചെയ്താല് കുറച്ചുകൂടി സ്പേസ് കിട്ടിയെന്ന് പറഞ്ഞു. അടുത്താവുമ്പോ ഇതേ ചെടികൾ ഇതിന്റെ ഇരട്ടി സ്ഥലത്തേക്ക് നടാനുള്ളത് ഇവിടെ നട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ കിട്ടും ഞങ്ങൾക്ക്. ഇതിന്റെ കായ ഉപയോഗിച്ചിട്ട് വിത്ത് തൈകൾ ഉണ്ടാക്കാലോ. അപ്പൊ നിങ്ങൾ കുടുംബശ്രീക്കാരായിട്ടാണ് ത്രിവേണിയാണ് ഇത് തുടങ്ങിയത് അല്ലേ? കുടുംബശ്രീയിലെ 7 അംഗങ്ങളാണ് ഞങ്ങളുള്ളത്. ത്രിവേണി കൃഷിക്കൂട്ടം എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് മെയിനായിട്ട്. അപ്പം തൊഴിലാളികൾക്കൊരു തൊഴിലവസരം കൂടി സൃഷ്ടിക്കാന്നുള്ളത് നിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ തരിശായ ഭൂമി കണ്ടെത്തിക്കൊണ്ട് അതിലേക്ക് പുറപ്പെട്ടത്. കാര്യമായിട്ട് ഞങ്ങളെ കൃഷി ഓഫീസർ ഞങ്ങളെ കട്ടക്ക് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന്.